ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമൻറ്റ് കൊണ്ട് ഒരു അരയന്നം പോലത്തെ ഒരു അടിപൊളി ഷോ പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോ പീസ് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പേപ്പറിൽ, നല്ലൊരു കട്ടിയുള്ള പേപ്പറിൽ നമുക്ക് ഒരു അരയന്നത്തിൻ്റെ രൂപത്തിൽ നേരെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ വരച്ചെടുത്തിട്ട് നമുക്കിന്ന് അതിനെ കട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ബാക്കിയുള്ള പേപ്പറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് 1 ഇഞ്ചിൻ്റെ തെർമോക്കോളാണ്. മൊത്തം 2 ഇഞ്ച് വേണം. അപ്പോൾ 2 പീസ് എടുക്കുമ്പം 2 ഇഞ്ച് ആയിക്കോളും. അതിന് രണ്ടിനും കൂടെ നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചേർത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് വെട്ടിയെടുത്ത പേപ്പർ അതിലോട്ട് വെച്ചിട്ട് അതേ കണക്ക് അതിലും കൂടെ വരച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തെ സൈഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തെ സൈഡിൽ ഒരു 3 പീസ് വരുന്നുണ്ട്. ആ പീസും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നല്ലോണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നമ്മൾ ആ വെട്ടിയെടുത്ത അതേ രീതിയിൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തെ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്ന അതേ കണക്ക് തെർമോക്കോളിൽ നിന്ന് വെട്ടിയെടുത്ത ആ പീസുകൾ അതത് സ്ഥാനത്ത് നമുക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ആ 3 പീസുകൾ ഒട്ടിച്ചിട്ട് നമുക്ക് ആ വലിയ പീസും കൂടെ കറക്റ്റ് ആ വര കണക്കാക്കി വെച്ച് പശ വെച്ച് എല്ലാ സൈഡും നല്ലവണ്ണം ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ അടച്ചെടുക്കുക. അപ്പോൾ എല്ലാം അടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തെർമോക്കോളിൻ്റെ കറക്റ്റ് മട്ടത്തിന് സിമൻറ്റ് ഒഴിച്ചു നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു 10 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് അതിൻ്റെ വെളി സൈഡിലുള്ള തെർമോക്കോളിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റാം. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ അല്ലെങ്കിൽ 10-12 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ ഈസി ആയിട്ട് തന്നെ പറ്റും. അപ്പോൾ ഒരുപാട് ഉണങ്ങി പോകത്തുമില്ല, എന്നാൽ തീരെ ഉണങ്ങാതെ ആകത്തില്ല. ആ ഒരു പരുവത്തിൽ വേണം ചെത്തിയെടുക്കാൻ. ഇനി നമുക്ക് അതിൻ്റെ വാല് വരുന്ന ആ സൈഡ് നല്ലവണ്ണം കനം കുറച്ച് തന്നെ ചെത്തി കളയുക. എന്നിട്ട് ബാക്കി വെളിയിൽ നിന്ന് വരുന്ന എല്ലാ സൈഡിൽ നിന്നും അകത്തോട്ട് റൗണ്ട് ഷേപ്പിൽ ചെത്തിയെടുക്കുക. ഇനി അതിനകത്തുള്ള തെർമോക്കോളിൻ്റെ പീസെല്ലാം ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തുനിന്നും വെളിയിൽ നിന്നും ഉള്ള എൻഡുകൾ കണക്കാക്കി അകത്തെ സൈഡിലോട്ട് നല്ലവണ്ണം ചരിച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ എല്ലാ സൈഡിൽ നിന്നും ചെത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടിയെടുത്ത പേപ്പർ ഇടയ്ക്കൊന്ന് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. മാർക്ക് ചെയ്ത് പോകാനുള്ള സൈഡെല്ലാം ചെറുതായിട്ട് ചുരണ്ടി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നല്ല ഉണങ്ങുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് കുറേ ചുരണ്ടി തന്നെ അത് നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് പേപ്പർ വെച്ചിട്ട് പോകാനുള്ള സൈഡെല്ലാം മാർക്ക് ചെയ്യുക. അതേ കണക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കളയുക. എന്നിട്ട് ആ തലയുടെയും ചുണ്ടിൻ്റെ ഭാഗം വരാൻ നേരത്ത് നല്ല ഏകദേശം 2 ഇഞ്ച് എന്നുള്ള വീതി ഏകദേശം 1 ഇഞ്ച് ആകുക. ചുണ്ടിൻ്റെ സൈഡും നല്ലവണ്ണം കുറേച്ച് അരിഞ്ഞ് കളഞ്ഞ് നല്ല ഷേപ്പ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നല്ല റൗണ്ട് ഷേപ്പിൽ അകത്തോട്ട് അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് എംബ്രോയിൻ്റെ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറ സൈഡ് മൊത്തം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം പേപ്പർ ഇട്ടിട്ട് അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ട് വൈറ്റ് സിമൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം ഒരു കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം പേപ്പർ ഇട്ട് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. കളർ കൊടുക്കുക എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ആക്രിലിക്കിൻ്റെ യെല്ലോയും റെഡും വൈറ്റും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് 2 കോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുണ്ടിൻ്റെ അവിടെ കൊടുക്കുന്നത് ആക്രിലിക്കിൻ്റെ ഗോൾഡാണ്. അത് 2-3 കോട്ടെങ്കിലും നല്ലവണ്ണം ഉണങ്ങുന്നതിനനുസരിച്ച് അടിച്ചു കൊടുത്താലേ ആ ഒരു കളർ കിട്ടുള്ളൂ. പിന്നെ ചെറിയ മുത്തുകളുണ്ടെങ്കിൽ കണ്ണിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.